Hi, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഐബ്രോ ഷേപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും നമ്മൾ ഐബ്രോ റേസർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് റേസർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഇതേപോലെ കോംബ് യൂസ് ചെയ്തിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കോംബ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അപ്വേർഡായിട്ടും ഡൗൺവേർഡായിട്ടും കോംബ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ റേസർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മുടെ അപ്പർ പാർട്ടിൽ നിന്ന് നമ്മൾ താഴേക്ക് റേസർ വെച്ചിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് നന്നായിട്ട് കെയർഫുള്ളായിട്ട് നമ്മൾ പതിയെ വേണം റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഐബ്രോവിന് ശരിക്കും ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ അതിന് ചുറ്റുമുള്ള ആ ഒരു ഹെയർസും കൂടെ നമ്മൾ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഐബ്രോവിന് ജസ്റ്റ് താഴെ നമ്മൾ റേസർ യൂസ് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് ഷേപ്പ് അല്ലാതെ ഇരിക്കുന്ന ഹെയർസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റേസർ നമ്മൾ അവിടെയൊക്കെ ഭയങ്കര ഹാഷായിട്ട് അല്ലെങ്കിൽ റഫായിട്ട് നമ്മൾ ഒരിക്കലും റിമൂവ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ അത് വെച്ചിട്ട് വടിച്ചെടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. വളരെ കെയർഫുള്ളായിട്ട്, അതും നമ്മൾ സോഫ്റ്റായിട്ട് സ്ലോലി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ പ്ലക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലക്കും കൂടെ ചെയ്ത് കൊടുത്താൽ ശരിക്കും ആ ഒരു ഭാഗം നമുക്ക് നല്ലൊരു ഫിനിഷ് ആയിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ റേസർ യൂസ് ചെയ്തിട്ട് പോകാത്ത ഹെയർസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്ലക്കർ വെച്ചിട്ട് ഫുള്ളി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്വേർഡായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഐബ്രോസ് ഇതേപോലെ നിങ്ങളൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അലോവേര ജെൽ നമ്മൾ യൂസ് ചെയ്തോളൂ. ഒരുപാട് യൂസ് ചെയ്യേണ്ട, കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ സിസർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പൊന്തിച്ച് നിൽക്കുന്ന ഹെയർസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ലെവലാക്കി ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതായത് ഷേപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഐബ്രോ. ഏറെക്കുറെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ ആ ഒരു ഐബ്രോസ് രണ്ടും കൂടെ കമ്പാരിസൺ ചെയ്യുമ്പം ഇപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്ത ഐബ്രോയുടെ ആ ഒരു ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും റേസർ എടുത്തിട്ട് അപ്പർ പാർട്ട് ഇതേപോലെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി ഞാൻ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ച് ഹെയർസ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി, അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നെറ്റിൻ്റെ ആ ഒരു മിഡിൽ ഭാഗവും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. എങ്കിലേ ഉള്ളൂ എക്സാക്ട്ലി നമുക്ക് ഐബ്രോസ് ആ ഒരു ഷേപ്പ് ചെയ്ത് ആ ഒരു ഫിനിഷ് ലുക്ക് കിട്ടുള്ളൂ. ഇനി നേരെ ഞാൻ രണ്ടാമത്തെ ഐബ്രോയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നല്ലോണം നേരത്തെ പോലെ ഫസ്റ്റ് ഐബ്രോയിൽ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ പ്രോസസ്സാണ് ചെയ്യുന്നത്. അതായത് ചുറ്റും നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസൊക്കെ റിമൂവ് ചെയ്യുകയാണ് ആ ഒരു നെറ്റിയുടെ ഭാഗത്ത് നിന്ന്. അതേപോലെ തന്നെ ഐബ്രോൻ്റെ ജസ്റ്റ് ബിലോ ഭാഗവും നമ്മൾ നന്നായിട്ട് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഹെയർസൊക്കെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്ലക്കർ യൂസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്, എക്സാക്റ്റ് ആ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കുറേ നേരം ആയില്ല ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. വീണ്ടും നമ്മൾ അപ്പർ പാർട്ടിലേക്ക് പോയിട്ടുണ്ട്. നന്നായിട്ട് പതിയെ ടൈം എടുത്ത് നമ്മൾ നന്നായിട്ട് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തുമാത്രം ടൈം എടുത്തിട്ടാണ് ഈ ഒരു ഐബ്രോസ് രണ്ടും ഷേപ്പ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐബ്രോ ചെയ്ത പോലെ തന്നെ അപ്പർ പാർട്ട് നമ്മൾ, അതായത് പൊന്തിച്ചിരിക്കുന്ന ഹെയർസ് നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കത്രിക യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഫൈനലി നന്നായിട്ട് കോമ്പൊക്കെ ചെയ്ത് കൊടുത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസൊക്കെ ഞാൻ ശരിക്കും പ്രോപ്പറായിട്ട് വീണ്ടും റേസർ വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നോക്കിയപ്പോൾ നമ്മുടെ ലുക്ക് ഇതാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും.